വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള നമ്മുടെ സൈലം ബാങ്കിങ് പ്രൗഡ്ലി അവതരിപ്പിക്കുന്ന ബാച്ചാണ് മിഷൻ സൈനിക് ബാങ്കർ ബാച്ച് എന്ന് പറയുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് എക്സ് സർവീസ്മെന്റിന് വേണ്ടി ഒരു ബാച്ച് ബാങ്കിങ് വെർട്ടിക്കലിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അത് നമ്മുടെ സൈലം ബാങ്കിങ് ആവാൻ സാധിച്ചതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ മിഷൻ സൈനിക് ബാങ്കർ ബാച്ച് എന്ന് പറയുന്നത് നമ്മൾ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതായത് ഫെബ്രുവരി 12-ാം തീയതിയാണ് നമ്മുടെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 9499 ആണ് നമ്മുടെ ബാച്ച് ഫീ എന്ന് പറയുന്നത്. സോ ഉടനെ തന്നെ ഇത്രയും കാലം നമ്മൾ പടക്കളത്തിൽ പൊരുതിയെങ്കിൽ ഇനി നമുക്ക് എക്സാമിലാവാൻ നമ്മുടെ എല്ലാവരുടെയും ഒരു ആവേശം തന്നെയാണ് നമുക്ക് ഇവിടെയും വേണ്ടത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങൾക്കറിയുന്ന ബാങ്ക് ജോലി ആഗ്രഹിക്കുന്ന ഏതെങ്കിലും എക്സ് സർവീസ് മാൻ ഉണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് ബേസ് തൊട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഈ ബാച്ചിൽ ഉണ്ടായിരിക്കുക. അത് തന്നെയാണ് ഈ ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഇത്രയും കാലം ഈ ഒരു ഫീൽഡിൽ നിന്നും വിട്ടു നിന്നിട്ടുള്ള ആൾക്കാരാണ്. സോ ബേസ് തൊട്ടേയുള്ള പഠനം അതാണ് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്നത്. സോ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ മിഷൻ സൈനിക് ബാങ്കർ ബാച്ചിലേക്ക് നമുക്ക് അടിപൊളിയായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഹലോ എവരിവൺ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റീസെന്റ് നമ്മുടെ എല്ലാ എക്സാമിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അവാർഡ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് നമ്മുടെ പത്മ അവാർഡുകൾ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിത്ത് കോഡ് പത്മ അവാർഡ് ലഭിച്ചിട്ടുള്ള പത്മവിഭൂഷണും പത്മഭൂഷണും ലഭിച്ചിട്ടുള്ള എല്ലാവരെയും നമുക്ക് ന്യൂമോണിക്സിന്റെ ഹെൽപ്പോടെ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. റെഡി ആണല്ലോ? പത്മ അവാർഡുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പത്മഭൂഷൺ ഉണ്ട്, പത്മവിഭൂഷൺ ഉണ്ട്, പത്മശ്രീ ഉണ്ട് അല്ലെ. അപ്പൊ ഈ 3 പത്മ അവാർഡുകളും ലാസ്റ്റ് ഇയർ നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് ഫുൾ കോഡ് വെച്ച് പഠിച്ചതാണ്. ഇപ്രാവശ്യം നമുക്ക് വേറെ പുതിയ കോഡ് വെച്ച് അടിപൊളിയായിട്ട് ഈ സെഷൻ നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ് പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്. എല്ലാ വർഷവും റിപ്പബ്ലിക് ഡേ ഈവിലാണ് പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കുക. പത്മ അവാർഡുകൾ എല്ലാ വർഷവും റിപ്പബ്ലിക് ഡേ ഈവിൽ പ്രഖ്യാപിക്കുമെങ്കിലും പിന്നീട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ആയിട്ടാണ് പത്മ അവാർഡുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. 1954 എന്ത് ചെയ്തിട്ടുള്ളത്, പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പത്മ അവാർഡുകൾ കൊടുത്തു തുടങ്ങിയത് 1954 പിന്നീട് 1978, 1979, പിന്നീട് 1993 മുതൽ 1997 വരെയും ഇന്ററപ്ഷൻസ് നേരിട്ടിട്ടുണ്ടായിരുന്നു പത്മ അവാർഡുകൾ കൊടുക്കുന്നതിൽ. പിന്നീട് എല്ലാ വർഷവും എന്ത് ചെയ്തിട്ടുണ്ട്, പത്മ അവാർഡുകൾ കൊടുത്തിട്ടുണ്ട്. നോക്കുക, പത്മ അവാർഡുകൾ എന്ന് പറയുന്നത് ആർക്ക് കൊടുക്കുന്നതാണ്? എക്സെപ്ഷണൽ ആൻഡ് ഡിസ്റ്റിംഗ്വിഷ്ഡ് സർവീസ്. അതായത് ഏത് ഫീൽഡ് ആയാലും, അതായത് ആർട്ട് ആയിക്കോട്ടെ, സോഷ്യൽ വർക്ക് ആയിക്കോട്ടെ, പബ്ലിക് അഫയേഴ്സ് ആയിക്കോട്ടെ, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, മെഡിസിൻ ആയിക്കോട്ടെ, ഏത് മേഖലയായാലും ഇതിലൊരു എക്സെപ്ഷണൽ സർവീസ് അല്ലെങ്കിൽ എക്സെപ്ഷണൽ ആൻഡ് ഡിസ്റ്റിംഗ്വിഷ്ഡ് സർവീസ് കാഴ്ചവെക്കുന്ന ആൾക്കാർക്കാണ് പത്മവിഭൂഷൺ അവാർഡ് ലഭിക്കുന്നത്. പത്മഭൂഷൺ ആണെങ്കിൽ ഡിസ്റ്റിംഗ്വിഷ്ഡ് സർവീസ് ഓഫ് ഹയർ ഓർഡർ, പത്മശ്രീ ആണെങ്കിൽ ഡിസ്റ്റിംഗ്വിഷ്ഡ് സർവീസ് ഇൻ എനി ഫീൽഡ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, പത്മ അവാർഡുകൾ കൊടുക്കുന്നത് ഏത് ഫീൽഡിലാണെങ്കിലും ഒരു ഡിസ്റ്റിംഗ്വിഷ്ഡ് സർവീസ് കാഴ്ചവെക്കുന്ന ആൾക്കാർക്കാണ് പത്മ അവാർഡുകൾ കൊടുക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. റെഡി ആണല്ലോ? എല്ലാ വർഷവും റിപ്പബ്ലിക് ഡേയിലാണ് അവാർഡുകൾ പ്രഖ്യാപിക്കുക. ഇപ്രാവശ്യത്തെ കേസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 139 പത്മ അവാർഡുകളാണ് പ്രഖ്യാപിച്ചത്. അതിൽ 7 എണ്ണം എന്താണ്? 7 പത്മവിഭൂഷണും 19 പത്മഭൂഷണും 113 പത്മശ്രീ അവാർഡീസുമാണ് ഉണ്ടായിരുന്നത്. ഈ 139 പത്മ അവാർഡീസിൽ 23 അവാർഡീസ് എന്ന് പറയുന്നത് സ്ത്രീകളാണ്. 10 പേര് ആരാണ്? 10 പേര് പേഴ്സൺ ഔട്ട്സൈഡ് ഇന്ത്യ NRI കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. 13 പേര് മരണാനന്തര ബഹുമതിയാണ്, അതായത് പോസ്റ്റ്ഹുമസ് ബഹുമതിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് പത്മവിഭൂഷൺ. അതിനു മുന്നേ ഈ പത്മ അവാർഡ് കമ്മിറ്റി ഫോം ചെയ്യുന്നത് ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ് പത്മ അവാർഡ് കമ്മിറ്റി ഫോം ചെയ്യുന്നത്. ഏകദേശം 4 to 6 ആൾക്കാരാണ് പത്മ അവാർഡ് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുക. അതായത് ഇപ്പോൾ ക്യാബിനറ്റ് സെക്രട്ടറി, ഹോം സെക്രട്ടറി, സെക്രട്ടറി ടു ദ പ്രസിഡന്റ് തുടങ്ങിയ 4 to 6 മെമ്പേഴ്സ് ആണ് പത്മ അവാർഡ് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുക. ഇവരെന്ത് ചെയ്യുന്നു? കുറേയധികം റെക്കമെൻഡേഷൻസും കുറേയധികം എന്തുണ്ടാവും? നോമിനേഷൻസും റെക്കമെൻഡേഷൻസും ഉണ്ടാവും അല്ലെ. ഇതിൽ നിന്നെല്ലാം തന്നെ ആൾക്കാരെ തിരഞ്ഞെടുത്ത് കൃത്യമായ രീതിയിലുള്ള നോമിനേഷൻസിനെല്ലാം നോക്കി എല്ലാ നോമിനേഷൻസും റിവ്യൂ ചെയ്ത് കൃത്യമായൊരു ലിസ്റ്റ് ഉണ്ടാക്കി പ്രൈം മിനിസ്റ്റർക്കും പ്രസിഡന്റിനും ഒരു 4 അല്ലെങ്കിൽ ഒരു 6 അംഗ കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? ആൾക്കാരുടെ പേരുകൾ സമർപ്പിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്?
പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററുമാണ് ഈ ഒരു ലിസ്റ്റ് അപ്രൂവ് ചെയ്യുന്നത്. റെഡി ആണല്ലോ? ഇനി നമുക്ക് പത്മവിഭൂഷൺ കിട്ടിയിട്ടുള്ള 7 പേരുടെ പേര് നോക്കാം. അപ്പൊ ഇത്രയും പേർക്കാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്? പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. ഇതിൽ ഓരോ ആൾക്കാരെയും നമുക്ക് നോക്കാം. ശ്രീ ദുവൂർ നാഗേശ്വർ റെഡ്ഡി. ശ്രീ ദുവൂർ നാഗേശ്വർ റെഡ്ഡി മെഡിസിൻ ആണ്. തെലങ്കാനയാണ് സ്റ്റേറ്റ് വരുന്നത്. തെലങ്കാനയാണ് സ്റ്റേറ്റ് വരുന്നത്. സോ നമുക്ക് ഇത് എങ്ങനെ ആലോചിക്കാം? അതിനു മുന്നേ കുറച്ചും കൂടി അവരുടെ കുറിച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതായത് 3 പത്മ അവാർഡുകൾ ലഭിക്കുന്ന ഫസ്റ്റ് ഇന്ത്യൻ ഡോക്ടറാണ് ശ്രീ ദുവൂർ നാഗേശ്വർ റെഡ്ഡി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ പത്മശ്രീ 2002-ലും പത്മഭൂഷൺ 2016-ലും പത്മവിഭൂഷൺ 2025-ലും ഇദ്ദേഹത്തിന് ലഭിച്ചു. സോ 3 പത്മ അവാർഡുകൾ ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ഡോക്ടറാണ് ശ്രീ ദുവൂർ നാഗേശ്വർ റെഡ്ഡി എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ഇദ്ദേഹം വളരെ ഫേമസ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഇദ്ദേഹം എക്സ്പെർട്ടൈസ് ചെയ്തിരിക്കുന്ന ഫീൽഡാണ് ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്നത്. നമ്മുടെ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജി ആണ് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ഗ്യാസ്ട്രോ എൻട്രോളജി ഹോസ്പിറ്റൽ. അപ്പോൾ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ഗ്യാസ്ട്രോ എൻട്രോളജി ഹോസ്പിറ്റൽ ആയിട്ടുള്ള AIG, ഹൈദരാബാദിലുള്ള AIGയുടെ ഫൗണ്ടറാണ് ദുവൂർ നാഗേശ്വർ റെഡ്ഡി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് ഓർമ്മിക്കുക? ഇദ്ദേഹത്തിന്റെ പേര് നമ്മുടെ ക്ലാസ്സിൽ തന്നെയുള്ള ഒരു സ്റ്റുഡൻസിന്റെ ഒക്കെ റെക്കമെൻഡേഷൻസിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഈ കോഡും അതിനുശേഷമുള്ള നെക്സ്റ്റ് കോഡും കുറേ അധികം ഇൻസ്പിറേഷനിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള കോഡാണ്. ഓക്കെ, അപ്പൊ തെലങ്കാനയാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ആന കുത്താൻ വന്നാലും നാഗം കടിച്ചാലും, ഓക്കെ, ആന കുത്താൻ വന്നാലും നാഗം കടിച്ചാലും എന്താണ്? മെഡിസിൻ റെഡിയാക്കി വെക്കണം അല്ലെ. ആന കുത്താൻ വന്നാലും നാഗം കടിച്ചാലും, നാഗം തീണ്ടിയാലും എന്നൊക്കെ പറയല്ലേ, നാഗം കടിച്ചാലും എന്താണ്? നമ്മൾ വിളിക്കുക ഈശ്വര, അയ്യോ ഈശ്വര പാപം അടിച്ചു എന്നാണ് അല്ലെ. അപ്പൊ ഈശ്വര ആന കുത്തി, അങ്ങനെ നമ്മൾ പറയും. അപ്പൊ ആന കടിച്ചാലും നാഗം കടിച്ചാലും എന്താണ്? മെഡിസിൻ റെഡിയാക്കി വെക്കണം. മെഡിസിൻ റെഡിയാക്കി, റെഡ്ഡി നമുക്ക് ഈ റെഡ്ഡിന്റെ സ്പെല്ലിംഗ് ഇങ്ങനെ എഴുതാം, മെഡിസിൻ റെഡിയാക്കി വെക്കണം. അപ്പൊ നമുക്ക് ആനയിൽ നിന്നും തെലങ്കാന കിട്ടി, നാഗം നാഗേശ്വർ. ആന കുത്തിയാലും നാഗം കടിച്ചാലും ഈശ്വര വിളിക്കില്ലേ. അപ്പൊ ആന കുത്തിയാലും നാഗം കടിച്ചാലും മെഡിസിൻ റെഡിയാക്കി വെക്കണം. തെലങ്കാന ദുവൂർ നാഗേശ്വർ റെഡ്ഡി, തെലങ്കാന നാഗേശ്വർ റെഡ്ഡി മെഡിസിൻ. സെറ്റാണ് എന്ന് വിചാരിക്കുന്നു. ദുവൂർ നാഗേശ്വർ റെഡ്ഡി തെലങ്കാന. ആന കുത്തിയാലും നാഗം കടിച്ചാലും നമ്മൾ ഈശ്വര വിളിക്കുന്നു, എന്നിട്ട് മെഡിസിൻ റെഡിയാക്കി വെക്കണം. ഓക്കെ, ദുവൂർ നാഗേശ്വർ റെഡ്ഡി മെഡിസിൻ തെലങ്കാന. നെക്സ്റ്റ് ജസ്റ്റിസ് ശ്രീ ജഗദീഷ് സിംഗ് ഖേഹർ. ജസ്റ്റിസ് ശ്രീ ജഗദീഷ് സിംഗ് ഖേഹർ പബ്ലിക് അഫയേഴ്സ് ആണ്, ചണ്ഡീഗഡ് ആണ് വരുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ റിമാർക്കബിൾ ആയിട്ടുള്ള കുറച്ചധികം നമ്മുടെ ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഖേഹർ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ വരുന്നതാണ് ട്രിപ്പിൾ തലാഖ്. അതായത് ട്രിപ്പിൾ തലാഖ് അല്ലെങ്കിൽ മുത്തലാഖ് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് ആര് വിധിച്ചിട്ടുണ്ടായിരുന്നു? ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഖേഹർ വിധിച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് അദ്ദേഹം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ പുട്ടസ്വാമി, KS പുട്ടസ്വാമിയുടെ പുട്ടസ്വാമിയുടെ ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രൈവസിയിലെല്ലാം തന്നെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ അധികം വിധി പ്രഖ്യാപനത്തിൽ ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഖേഹറിന് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. റെഡി? ഇനി ഇദ്ദേഹം 44ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. അതുകൂടാതെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ഫസ്റ്റ് സിഖ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതും ജഗദീഷ് സിംഗ് ഖേഹർ ആയിരുന്നു എന്നുള്ള കാര്യം ആലോചിക്കുക. റെഡി? ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ആലോചിക്കാൻ പറ്റുക? ജഗദീഷ് സിംഗ് ഖേഹർ ആണ് അല്ലെ. അപ്പൊ നോക്കിയേ, നമ്മുടെ ജഗദീഷ്, സിനിമാ നടൻ ജഗദീഷ് ആരാണ്? ഓഫ് കോഴ്സ് ഒരു പബ്ലിക് ഫിഗർ ആണ് അല്ലെ. ജഗദീഷ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഫിഗർ അല്ലേ? ജഗദീഷ് ഒരു പബ്ലിക് ഫിഗർ അല്ലേ? അത് കൂടാതെ തന്നെ നമ്മുടെ കോമഡി സ്റ്റാർസിൽ എന്താ ചെയ്യാ? ജഗദീഷ് എപ്പോഴും പബ്ലിക് ആയിട്ട് സിംഗ് ചെയ്യും അല്ലെ. ജഗദീഷ് പബ്ലിക് ആയിട്ട് സിംഗ് ചെയ്യുന്നത് ആലോചിക്കുക. പബ്ലിക് ആയിട്ട് സിംഗ് ചെയ്യുന്നത് നമ്മള് അല്ലേ കേട്ടിട്ടില്ലേ? ജഗദീഷ് എപ്പോഴും കോമഡി സ്റ്റാർസ് എന്ന് പറഞ്ഞ പരിപാടി ഇപ്പൊ അതുണ്ടോ, ഇപ്പൊ അത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ജഗദീഷ്
എപ്പോഴും പബ്ലിക് ആയിട്ട് സിങ് ചെയ്തിട്ടാണ് എന്ത് തുടങ്ങുക, നമ്മുടെ കോമഡി സ്റ്റാർസ് പരിപാടി തുടങ്ങുക അല്ലെ. ഇത് എവിടെ വെക്കാറുണ്ട്, നമ്മുടെ ഘറില്, നമ്മുടെ വീട്ടില് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ചണ്ഡീഗർ. നമ്മുടെ വീട്ടിൽ എന്ത് വെക്കാറുണ്ട്, പബ്ലിക് ആയിട്ട് ജഗദീഷ് സിംഗ് ചെയ്യുന്നത് വെക്കാറുണ്ട് അല്ലെ. ജഗദീഷ് സിംഗ് കെ ഹർ, പബ്ലിക് അഫയേഴ്സ് അല്ലെ. ജഗദീഷ് പബ്ലിക് ആയിട്ട് സിംഗ് ചെയ്യുന്നത്, ജഗദീഷ് സിംഗ് കെ ഹർ പബ്ലിക് അഫയേഴ്സ്. നമ്മുടെ ഘറിൽ എന്ത് വെക്കും, പാട്ട് വെക്കാറുണ്ട്. ജഗദീഷിന്റെ ഫസ്റ്റ് ഇൻട്രോ സോങ് വെക്കാറുണ്ട് അല്ലെ. അപ്പൊ ഘർ, ചണ്ഡീഗർ. റെഡിയാണല്ലോ. നെക്സ്റ്റ് വരെയാണ് ശ്രീമതി കുമുദിനി രജനീകാന്ത് ലഖിയ. ശ്രീമതി കുമുദിനി രജനീകാന്ത് ലഖിയ അവര് എന്താണ്, നമ്മുടെ കഥക് ഡാൻസർ ആണ്. കഥക് ഡാൻസർ ആണ്. അത് കൂടാതെ തന്നെ ഇവർക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 1987 പത്മശ്രീയും 2010 പത്മഭൂഷണും പിന്നീട് ഇപ്പോൾ 2025 പത്മവിഭൂഷണും ലഭിച്ചു. റെഡിയാണല്ലോ. അപ്പോ കഥക് ഡാൻസർ ആണ് അല്ലെ. അപ്പൊ കുമുദിനി രജനീകാന്ത് ലഖിയ. അപ്പൊ രജനീകാന്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആർട്ടാണ്. ഇപ്പൊ നമ്മുടെ പത്മ അവാർഡുകളിൽ ഇപ്പൊ ചിത്രകാരനായാലും മ്യൂസീഷ്യൻ ആയാലും ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ആളായാലും അല്ലെങ്കിൽ ഡാൻസർ ആണെങ്കിലും എല്ലാം ആർട്ട് എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. അതുകൊണ്ട് നമുക്ക് വലിയ കൺഫ്യൂഷൻ വേണ്ട അതിൽ. അപ്പോൾ നോക്കാം, രജനീകാന്ത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരിക, നമ്മുടെ സ്വന്തം രജനീകാന്തിനെയാണ് ഓർമ്മ വരിക അല്ലെ. അപ്പൊ രജനീകാന്ത് എന്താണ്, ഒബിയസ്ലി ആർട്ടാണ്. ഇനി കുമുദിനി എന്ന പേരും കൂടി നിങ്ങൾക്ക് ഓർക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കുമുദിനി എന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് കൗമുദി പേപ്പർ ആണ്. അപ്പൊ കൗമുദി പേപ്പറിന്റെ ഫ്രണ്ട് പേജില് രജനീകാന്ത് ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. കൗമുദി പേപ്പറിന്റെ ഫ്രണ്ടില് രജനീകാന്ത് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ട് രജനീകാന്തിനെ വരച്ചത് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക. സോ കുമുദിനി രജനീകാന്ത് ലഖിയ ആർട്ടാണ് വരുന്നത്. പിന്നീട് ഗുജറാത്ത് ആണ് ഇവരുടെ സ്റ്റേറ്റ് അല്ലെ. ഓ നോക്കിയേ, ഇവരെന്താണ്, ഡാൻസർ ആണ്, കഥക് ഡാൻസർ ആണ്. അപ്പൊ നമുക്കത് എങ്ങനെ കണക്ട് ചെയ്യാം, കുമുദിനി രജനീകാന്ത് ലഖിയ ഗുജറാത്ത് ആണ്. നമ്മളൊരു പുലിവാൽ കല്യാണത്തിലെ പാട്ട് അറിയില്ലേ, ഏതാണ്, നമ്മുടെ ഗുജറാത്തി കാൽത്തല കെട്ടിയ മലയാളി പെണ്ണാണ് ആ പാട്ടില്ലേ, ഗുജറാത്തി ലഞ്ചിക്കൊഞ്ച് അല്ലെങ്കിൽ പഞ്ചാബി ലഞ്ചിക്കൊഞ്ചു ആണെന്ന് തോന്നുന്നു. ഗുജറാത്തി കാൽത്തല കെട്ടിയ മലയാളി പെണ്ണാണ് ആ പാട്ടില്ലേ, ആ ഗുജറാത്തി കാൽത്തളയാണ് ആര് കെട്ടാറ്, നമ്മുടെ കുമുദിനി രജനീകാന്ത് ലഖിയ ഇങ്ങനെ കഥക് ഡാൻസിലൊക്കെ എന്താണ് കെട്ടുക, ഈ ഒരു ഗുജറാത്തി കാൽത്തളയാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പൊ ഗുജറാത്തി കാൽത്തള കിട്ടിയ ആ ഗുജറാത്തി കാൽത്തള, ഗുജറാത്തി കാൽത്തളയാണ് എന്ന് ആലോചിച്ചാൽ ഗുജറാത്തി കാൽത്തളയാണ്. സോ ഗുജറാത്ത്, കുമുദിനി രജനീകാന്ത് ലഖിയ. രജനീകാന്ത് ആർട്ടാണ്, അല്ലെങ്കിൽ കൗമുദി പേപ്പറിന്റെ ഫ്രണ്ടിൽ രജനീകാന്ത് ഇങ്ങനെ നിൽക്കുന്നത് ഇമാജിൻ ചെയ്യുക. അപ്പൊ കുമുദിനി രജനീകാന്ത് ലഖിയ ആർട്ടാണ്, ഗുജറാത്തി കാൽത്തളയാണ്. സോ ഇറ്റ്സ് ഗുജറാത്ത്. റെഡി. നെക്സ്റ്റ് ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം, പെഗനിനി ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് അല്ലെങ്കിൽ ദ ഗോഡ് ഓഫ് ഇന്ത്യൻ വയലിൻ എന്നാണ് ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന് 2001 പത്മഭൂഷണും 1990 സംഗീത നാടക അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. സോ ഇത് നമ്മൾ എങ്ങനെ ആലോചിക്കുക, ഇദ്ദേഹം വയലിനിസ്റ്റ് ആണ് കേട്ടോ. പെഗനിനി ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്, ദ ഗോഡ് ഓഫ് ഇന്ത്യൻ വയലിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യമാണ് അല്ലെ, ലക്ഷ്മി നാരായണൻ സുബ്രഹ്മണ്യം. അപ്പൊ ഇവരെ എല്ലാവരെയും നമുക്കറിയുന്നത് എങ്ങനെയാണ്, ഒരു കലാകാരൻ, ഒരു ആർട്ടിഷ്യൻ വരച്ചിട്ടാണ് അല്ലെ. അപ്പൊ അവരുടെ ഭാവനയിൽ എങ്ങനെയാണോ ലക്ഷ്മിയും നാരായണനും സുബ്രഹ്മണ്യനും വന്നത്, അതാണ് നമ്മൾ കാണുന്നത് അല്ലെ. ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം ആർട്ടാണ്. ഇനി ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് വരുന്നത് കർണാടകയാണ്, കർണാടക. അപ്പോ നാടകം എന്താണ്, നാടകവും എന്താണ്, നാടകവും ഒരു ആർട്ടാണ്. സോ കർണാടക, നാടകവും ഒരു ആർട്ടാണ് അല്ലെ. ഒന്നും കൂടി, കർണാടക, കർണാടകയാണ്. നാടകം ഈസ് ഓൾസോ എൻ ആർട്ട് അല്ലെ. അപ്പൊ കർണാടക ആർട്ട്, ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം. റെഡി ആണല്ലോ, ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം, കർണാടക ആർട്ട്. റെഡി.
നെക്സ്റ്റ് MT വാസുദേവൻ നായർ, മടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ, MT വാസുദേവൻ നായർ. യാതൊരു കോഡും ഇല്ലാതെ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരേ ഒരു പേരാണ് നമ്മുടെ പത്മ അവാർഡുകളിൽ നമ്മുടെ MT വാസുദേവൻ നായർ അല്ലെ. അപ്പൊ MT വാസുദേവൻ നായർ ഓഥർ ആണ്, സ്ക്രീൻ പ്ലേ റൈറ്റർ ആണ്, ഫിലിം ഡയറക്ടർ ആണ്, അങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് അദ്ദേഹത്തിന് അല്ലെ. അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഏതൊക്കെ അവാർഡുകളാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്? 2005 പത്മഭൂഷൺ ഓർക്കുക, 1995 ജ്ഞാനപീഠ അവാർഡുകൾ ഓർക്കുക, 2013 JC ഡാനിയൽ പുരസ്കാരം ഓർത്തു വെക്കുക. റെഡിയാണല്ലോ? ഇനി നെക്സ്റ്റ് ശ്രീ ഒസാമോ സുസൂക്കി. ശ്രീ ഒസാമോ സുസൂക്കി എന്താണ്? പോസ്റ്റുമസ് ബഹുമതിയാണ്. സുസൂക്കി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സുസൂക്കി എന്താണ് വരിക? ഒബിയസ്ലി ആർട്ട് വരില്ല, ലിറ്ററേച്ചർ വരില്ല. അപ്പൊ എന്താണ് വരുന്നത്? ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ആണല്ലേ. സുസൂക്കി കാറ് ഓർക്കുക, സുസൂക്കി കാറ് എന്താണ്? ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. സോ ഒസാമോ സുസൂക്കി എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ ആരുമല്ല, ദിസ് ഇസ് പേഴ്സൺ ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പൊ പേഴ്സൺ ഔട്ട്സൈഡ് ഇന്ത്യ ജപ്പാൻ ആണ് കൺട്രി വരുന്നത്. അപ്പൊ ഡിസംബർ 27, 2024 ഒസാമോ സുസൂക്കി വിട പറഞ്ഞത് നമ്മളെടുത്തുനിന്ന്. സോ ഇന്ത്യൻ എക്കണോമിയിലേക്കുള്ള കോൺട്രിബ്യൂഷന് വേണ്ടി ഇദ്ദേഹത്തിന് 2007 എന്ത് ലഭിച്ചിട്ടുണ്ട്? 2007 പത്മഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ആലോചിക്കാം. ഇനി ഒസാമോ സുസൂക്കി എന്ന് കേൾക്കുമ്പോൾ കുറച്ചു പേരുടെയെങ്കിലും മനസ്സിൽ വരുന്നത് മാരുതി 800 കാറായിരിക്കും അല്ലെ. 1983 ഫസ്റ്റ് മാരുതി 800 കാർ ലോഞ്ച് ചെയ്തത് ശ്രീ ഒസാമോ സുസൂക്കി ആയിരുന്നു. സോ സുസൂക്കി കാറാണ്. അപ്പോൾ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ആണ്, ജപ്പാനാണ് കൺട്രി വരുന്നത്. റെഡിയാണല്ലോ? നെക്സ്റ്റ് ശ്രീമതി ശാരദ സിൻഹ. ശ്രീമതി ശാരദ സിൻഹ ആർട്ടാണ്, ബീഹാറാണ് വരുന്നത്. അപ്പൊ ആർട്ട് ആവുമ്പോൾ നമ്മൾ എങ്ങനെയാണ്? ഞാൻ വളരെ ശ്രദ്ധയോടെ വേണം ആർട്ട് വരയ്ക്കാൻ അല്ലെ. നമ്മളൊരാളെ വരയ്ക്കുകയാണ്, അപ്പൊ ഭയങ്കര ശ്രദ്ധയോടെ വേണം വരയ്ക്കാൻ, അല്ലെങ്കിൽ എക്സിനെ വരച്ചാൽ അത് വൈ ആയി പോകും അല്ലെ. നല്ല ശ്രദ്ധയിൽ വരച്ചാൽ മാത്രമേ ആർട്ട് കറക്റ്റ് ആവുള്ളൂ. ശാരദ സിൻഹ ആർട്ടാണ്, ബീഹാറാണ് വരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. മൈഥിലി ലാംഗ്വേജ്, ഭോജ്പുരി ലാംഗ്വേജ് ഇതിലൊക്കെയാണ് ഇവര് പാട്ട് പാടുന്നത്. അത് കൂടാതെ തന്നെ ബീഹാർ കോക്കില, കൊക്കോ ഓഫ് ബീഹാർ എന്നെല്ലാം അറിയപ്പെടുന്നത് ശാരദ സിൻഹയാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. കൂടാതെ ഇവർക്ക് പത്മഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുണ്ട് 2018, പത്മവിഭൂഷൺ 2025 ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇതോടെ നമ്മുടെ 7 പത്മവിഭൂഷൺ അവാർഡീസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ന്യൂമോണിക്സിന്റെ ഹെൽപ്പോടെ ഇത് കണക്ട് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റെഡിയാണല്ലോ? ദുവൂർ നാഗേശ്വർ റെഡ്ഡി ഓർക്കുന്നുണ്ടാകും. നമ്മുടെ ആന കുത്തിയാലും നാഗം കടിച്ചാലും മെഡിസിൻ മസ്റ്റ് ആണ്. പിന്നെ നമ്മുടെ ശാരദ സിൻഹ ഓർക്കുക. ശാരദ സിൻഹ എന്താണ്? ശാരദ സിൻഹ ആർട്ട് ശ്രദ്ധയോടെ എടുത്തു വെക്കുന്നത് ബീഹാർ ആണ്. പിന്നീട് നമ്മൾ ഇത് പത്മഭൂഷൺ ആയിപ്പോയി. ഒസാമോ സുസൂക്കി, സുസൂക്കി കാർ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. MT വാസുദേവൻ നായർ നമുക്കറിയാം. ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം ആർട്ട് കർണാടക. പിന്നെ നമ്മുടെ കുമുദിനി രജനീകാന്ത് ലഖിയ ഗുജറാത്തി കാൽത്തള കെട്ടിയ ഓർക്കുക. കുമുദിനി രജനീകാന്ത് ലഖിയ ആർട്ട് ഗുജറാത്ത് ഓർക്കുക. ജഗദീഷ് സിംഗ് ഖേഹർ ഓർത്തു വെക്കുക. റെഡിയാണല്ലോ? ജഗദീഷ് പബ്ലിക് ആയി സിംഗ് ചെയ്യുന്നത് ഓർത്താൽ വളരെ ഈസിയാണ്. സെറ്റ്. ഇനി നമുക്ക് പത്മഭൂഷണം കൂടി നോക്കിയാൽ നമ്മുടെ പണി കഴിഞ്ഞു. പത്മശ്രീ 113 പേരുണ്ട്. നമുക്ക് ആദ്യം പത്മഭൂഷണം പത്മവിഭൂഷണം സെറ്റ് ആയിട്ട് പഠിച്ചിട്ട് നമുക്കിനി വരും വീഡിയോകളിലോ ക്ലാസ്സുകളിലോ നമുക്ക് പത്മശ്രീയിൽ ആരെയൊക്കെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നമ്മുടെ പത്മവിഭൂഷണിലേക്ക് പോകുമ്പോൾ ശ്രീ A സൂര്യപ്രകാശ് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ആണ്. ശ്രീ വിവേക് ദേവ്റോയ് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ആണ്. നെക്സ്റ്റ് നമ്മൾ ഇവിടെ പോയി നമ്മുടെ ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ആണ് രാം ബഹദൂർ റായ്. അപ്പൊ നമുക്ക് ഇത് ഒരുമിച്ച് പഠിക്കാൻ ശ്രമിച്ചു നോക്കാം. രാമനെ കുറിച്ചുള്ള ബുക്ക് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രാമനെ കുറിച്ചുള്ള ബുക്ക് ആവുമ്പോൾ നമ്മൾ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തിരുന്ന്
വിവേകത്തോടെ വായിക്കണം എന്നുള്ള കാര്യം ആലോചിക്കുക. രാമനെ കുറിച്ചുള്ള ബുക്കാവുമ്പോൾ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തിരുന്ന് വിവേകത്തോടെ വായിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ കുഞ്ചാക്കോ ബോബൻ വായിച്ച പോലെ ആയിപ്പോ. രാമനോ മുണ്ടില്ല കൃഷ്ണനോ തോർത്തില്ല നമ്മൾ വായിച്ചില്ലേ, ആ ഒരു ടോണിലായി പോകും നമ്മുടെ വായന. സോ രാമനെ കുറിച്ചുള്ള ബുക്കാവുമ്പോൾ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തിരുന്ന് വിവേകത്തോടെ വായിക്കണം എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ സെറ്റായി. നെക്സ്റ്റ് ആർട്ടാണ് അനന്തനാഗ്. നമ്മൾ നമ്മുടെ സുവോളജി റെക്കോർഡില് നാഗത്തിന്റെ ഫോട്ടോ വരച്ചാൽ നമുക്ക് ഭയങ്കര ആനന്ദമല്ലേ, നല്ല ആനന്ദമല്ലേ അല്ലെ? അപ്പൊ ആ ആനന്ദം നമുക്ക് ആലോചിക്കാം. നമ്മുടെ KGF ഫസ്റ്റ് കാണിക്കുന്ന അവരാണ്, ആ എഴുത്തുകാരനോ അവരെന്താണ് എഴുത്തുകാരനോ ജേർണലിസ്റ്റോ അങ്ങനെ ഒരാളെ ഫസ്റ്റ് കാണിക്കുന്നില്ലേ കോട്ടൊക്കെ ഇട്ടിട്ട്, അതാണ് നമ്മുടെ അനന്തനാഗ്. നെക്സ്റ്റ് ജതിൻ ഗോസ്വാമി ആർട്ടാണ്. സ്വരം ജതി, പാട്ടിലെ ജതി അത് ആർട്ടാണ്. അപ്പൊ ജതിൻ ഗോസ്വാമി ആർട്ടാണ്. ജോസ് ചാക്കോ പെരിയാപുരം, ജോസ് ചാക്കോ പെരിയാപുരം, ജോസ് ഡോസ് എന്ന് നമുക്ക് കണക്ട് ചെയ്യാം. ജോസ് ഡോസ് എന്ന് നമുക്ക് കണക്ട് ചെയ്യാം. നമ്മുടെ സ്റ്റുഡന്റ് പറഞ്ഞു കേട്ടോ, ജോസ് ഡോസ് എന്ന് നമുക്ക് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആലോചിക്കാം, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോവാണ് മെഡിസിൻ വാങ്ങാനായിട്ട്, നമുക്ക് എങ്ങനെയാ മെഡിസിൻ തരിക? കുഞ്ഞു ജലദോഷമാണെങ്കിലും ഒരു ചാക്ക് നിറയെ മെഡിസിൻ ഉള്ളത് നമുക്ക് ആലോചിക്കാം. ജോസ് ചാക്കോ പെരിയാപുരം. കേരളത്തിൽ ആദ്യമായി ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് സർജറി നടത്തിയിട്ടുള്ള കാർഡിയോളജി സ്പെഷ്യലിസ്റ്റ് ആണ് ജോസ് ചാക്കോ പെരിയാപുരം. നെക്സ്റ്റ് കൈലാഷ് നാഥ് ദീക്ഷിത്. കൈലാഷ് നാഥ് ദീക്ഷിത് ആർക്കിയോളജി ആണ്. അപ്പൊ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ആർക്കാണ് ജോലി കിട്ടുക? നല്ലോണം വീക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കല്ലേ കിട്ടുക അല്ലെ? വീക്ഷിത് ദീക്ഷിത് എന്ന് നമുക്ക് കണക്ട് ചെയ്യാം. വീക്ഷിത് ദീക്ഷിത്. അപ്പൊ ദീക്ഷിതിനാണ് എന്ത് ലഭിച്ചത് ആർക്കിയോളജിയില്? മനോഹർ ജോഷി പോസ്റ്റുമസ് ബഹുമതിയാണ്. മഹാരാഷ്ട്ര CM ആയിരുന്നു ഇദ്ദേഹം. സോ പബ്ലിക് അഫയേഴ്സ് ആണ്. അപ്പൊ പബ്ലിക്കിൽ നമ്മൾ എങ്ങനെയാ ബിഹേവ് ചെയ്യുക? നമ്മുടെ കഞ്ഞി സ്വഭാവം ഒന്നും അല്ലെങ്കിൽ നമ്മുടെ മോശ സ്വഭാവം ഒന്നും കാണിക്കാതെ മനോഹരമായിട്ടാണ് പെരുമാറുക അല്ലെ? ഓ ആ ശരി അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ലാളിത്യ ഭാവത്തിൽ മനോഹരമായിട്ടാണ് നമ്മൾ ബിഹേവ് ചെയ്യുക. എല്ലാവരും പറയല്ലേ എന്ത് നല്ല കുട്ടിയാണത് അല്ലെ? ഒബിയസ്ലി ഞാനൊക്കെ ഒരു കല്യാണത്തിന് പോയാൽ എല്ലാവരും പറയും എന്തൊരു നല്ലൊരു മോളാണത് അല്ലെ? നമ്മുടെ വൃത്തികെട്ട സ്വഭാവം ഒന്നും നമ്മൾ പബ്ലിക്കിൽ കാണിക്കില്ല. അപ്പൊ മനോഹരമായിട്ടാണ് നമ്മൾ ബിഹേവ് ചെയ്യുക പബ്ലിക്കിൽ. സോ മനോഹർ ജോഷി പബ്ലിക് അഫയേഴ്സ്. നല്ലി കുപ്പുസ്വാമി ചെട്ടി. നല്ലി കുപ്പുസ്വാമി ചെട്ടി നമ്മൾ എങ്ങനെ ആലോചിക്കും? നല്ല കുപ്പിയും ചട്ടിയും എവിടെയാ കിട്ടുക? ഉറപ്പായിട്ടും ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയില്. നല്ല കുപ്പിയും ചട്ടിയും ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയിലാണ് കിട്ടുക. നന്ദമുറി ബാലകൃഷ്ണ. അതാരാണത്? നന്ദമുറി ബാലകൃഷ്ണ നമ്മുടെ ബാലയ്യാണ്. ബാലയ്യ ആർട്ടാണ്. PR ശ്രീജേഷ് സ്പോർട്സ് നമുക്ക് ഓർത്തു വെക്കാൻ വളരെ ഈസിയാണ്. നെക്സ്റ്റ് പങ്കജ് പട്ടേൽ. നല്ല കുപ്പിയും ചട്ടിയും ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. അപ്പൊ പങ്കയോ? പങ്ക എന്ന് പറഞ്ഞാൽ എന്താണ്? പങ്കാസ് ഫാൻ അല്ലെ? പങ്ക ഫാൻ ആണ്. ഇതെന്തോ വേറെ എന്തോ ആയെങ്കിലും ഞാൻ ഫാൻ ആണ് ഉദ്ദേശിച്ചത്. പങ്കാസ് ഫാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ പങ്ക ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. പങ്കജ് ഉദാസ് ആർട്ടാണ്. രവിവർമ്മേന്റെ ചിത്രത്തിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു ഉദാസീന ഭാവത്തിലാണ് ആര് നിൽക്കുക? ഭയങ്കര ഇങ്ങനെ ഏതാണ് ഉദാസീന ഭാവം എന്ന് എനിക്ക് അറിയില്ല, എന്നാലും ഉദാസീനമായിട്ടുള്ളൊരു ഭാവത്തിലാണ് ആര് നിൽക്കുക? ഫോട്ടോസിലൊക്കെ മോഡൽസ് ആയാലും അല്ലെങ്കിൽ രവിവർമ്മ പെയിന്റിങ്സിലായാലും ഒക്കെ ആരാണ്? ഇങ്ങനെ ഉദാസീന ഭാവം അല്ലെ? പൊതുവെ ഇങ്ങനെ ചിരിച്ചിട്ടൊന്നും അല്ല നിൽക്കുക. മോഡൽ പോസൊക്കെ ഇങ്ങനെ ഒരു ഉദാസീന ഭാവത്തിലാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. നെക്സ്റ്റ് സാത്വി ഋതംബര. സാത്വി ഹം സാത്ത് ഹേ. സോഷ്യൽ വർക്കേഴ്സ് എന്താ പറയാ? ഞാനുണ്ടടാ കൂടെ, ഞാനുണ്ട് എന്നല്ലേ പറയാം. അപ്പൊ സാത്ത് ഹം സാത്ത് ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനുണ്ട് അല്ലെ? സാത്ത് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് പറയാ. അപ്പൊ സോഷ്യൽ വർക്കാണ് സാത്വി ഋതംബര. സാത്ത്. പിന്നീട് നമ്മുടെ തല അജിത് കുമാർ ആർട്ടാണ്. ശേഖർ കപൂർ ആർട്ട് നമ്മൾ ശേഖരിക്കും അല്ലെ? ആർട്ട് ശേഖരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. നെക്സ്റ്റ് ശോഭന ചന്ദ്രകുമാർ. ശോഭന ചന്ദ്രകുമാർ നമ്മുടെ ശോഭന ഡാൻസ് കാരി. ഡാൻസ് വിടമാട്ടേ അത് ഓക്കെ. ഹല്ലിക്കാഭരണം ഇടക്കാൻ പോക വിടമാട്ടേ അതില്ലേ നമ്മുടെ സ്വന്തം ശോഭന. നെക്സ്റ്റ് സുശീൽ കുമാർ മോദി. മോദി എന്താണ്? പബ്ലിക് ഫിഗർ ആണ്. സോ ഇറ്റ്സ് പബ്ലിക് അഫയേഴ്സ്. വിനോദഹം. വിനോദഹം സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. നമ്മുടെ സയൻസ് പഠിച്ചവർക്കും എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും എല്ലാം അറിയുന്ന കാര്യമായിരിക്കും. നമ്മൾ കോളേജിൽ പോകുമ്പോൾ കോളേജ് ഡേ അല്ലെങ്കിൽ IV ട്രിപ്പ്
കലോത്സവം എല്ലാം നമുക്ക് നല്ലോണം ഓർമ്മയുണ്ടാവും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ പഠിച്ചതൊന്നും നമുക്ക് ലവലേശം ഓർമ്മയുണ്ടാവില്ല അല്ലെ. അപ്പൊ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ വിനോദം നല്ല ഓർമ്മയാണ്, ബാക്കിയൊക്കെ പുക അല്ലെ. അപ്പോ എല്ലാവർക്കും നമ്മുടെ ന്യൂമോണിക്സ് കോഡ് വെച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 19 പേർക്കാണ് പത്മഭൂഷൺ കിട്ടിയിട്ടുള്ളത്. അപ്പൊ എല്ലാം ഒന്നും കൂടി റിവൈസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ആവും. അപ്പൊ ഞാൻ എല്ലാവരെയും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ മിഷൻ സൈനിക് ബാങ്കർ ബാച്ചിന്റെ കാര്യം. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങളുടെ ഏതെങ്കിലും എക്സ് സർവീസ് മാനിനെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ, ബാങ്ക് ജോലി അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ. സീ യു.